കോട്ടയം പാല റൂട്ടിൽ ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നിന്നും വെറും 600 മീറ്റർ ദൂരം മാത്രം മാറി 13.4 സെന്റ് സ്ഥലത്തില് 2250 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ആയിട്ട് കംപ്ലീറ്റ് റൂഫ് വർക്ക് ഒക്കെ ചെയ്ത് ഒരു വ്യത്യസ്തമായ ഒരു മോഡലിൽ നിർമ്മിച്ചിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള രീതിയിൽ കാഴ്ചയ്ക്ക് വളരെ രാജകീയ പ്രൗഢിയോടുകൂടി നിലനിൽക്കുന്ന അടിപൊളി വീട് ഇതാ ഇവിടെ വിൽപ്പനയ്ക്ക്. ചോദിക്കുന്ന വില 1,15,00,000 രൂപ. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. പഞ്ചായത്ത് റോഡിന്റെ ഫ്രണ്ടേജ് ആയിട്ടിരിക്കുന്നു. കിണർ വെള്ളമൊക്കെ സൗകര്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. വെള്ളം ഇഷ്ടം പോലെ കിട്ടും. വെള്ളപ്പൊക്ക ഭീഷണികൾ ഇല്ലാത്ത മേഖലയുമാണ്. മാത്രവുമല്ല നല്ല ക്യൂട്ടായിട്ട് നല്ല മിറ്റമൊക്കെ നല്ല സ്റ്റോണൊക്കെ ഇട്ട് അടിപൊളിയാക്കി എടുത്ത് നല്ല ഗാർഡൻ വർക്കോട് കൂടി അകത്തെ ഇന്റീരിയർ വർക്കുകൾ എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിട്ടൊഴിക്കുന്ന ഇന്റീരിയർ വർക്കുകളോട് കൂടി ഇതാ ഈ വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മറക്കരുത്, മടിക്കരുത്. അപ്പോൾ എന്നെ മറക്കണ്ട, ഞാൻ ബിജു പാല. ഇതാ മീനച്ചൽ ഹോംസ് സന്തോഷപൂർവ്വം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു രാജകീയ കലയുള്ള അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. മുറ്റമൊന്ന് കണ്ടു നോക്കിക്കുക. ഇതാ കാണുന്നത് കിണറാണ് കേട്ടോ. എത്ര നല്ല ഒരു ഡിസൈൻ വർക്കോട് കൂടിയാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. എത്ര നല്ലൊരു ഗാർഡനാണ് മുറ്റം വിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോൺ വിരിച്ചിരിക്കുന്നു. ഇത് കിണർ നല്ലപോലെ കവറൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്നതാണ്. നല്ല മുറ്റവും സൗകര്യങ്ങളും എല്ലാമുള്ള അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുമ്പോൾ ഇത് കണ്ടോ നോക്കിക്കേ. വീടിൻ്റെ ആ ഒരു കളറ് തന്നെ ഒരു രാജകീയ കലയാണ്. അധികമൊന്നും ആരും ചെയ്യാത്ത രീതിയിലുള്ള ഡിസൈനാണ്. അതുപോലെ നല്ല വെസ്റ്റേൺ ആണോ എന്ന് ചോദിച്ചാൽ വെസ്റ്റേൺ ആണ്. എന്നാൽ കേരള തനിമയാണോ എന്ന് ചോദിച്ചാൽ കേരള തനിമയുമാണ്. അത്രയ്ക്ക് നല്ല കിടുക്കാച്ചിയായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അതിശയോക്തി വരത്തില്ല. കാരണം നിർമ്മിച്ചിരിക്കുന്നത് ഒരു സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ സിവിൽ എഞ്ചിനീയറുടെ കഴിവോടും അതിൻ്റെ പ്രാഗൽഭ്യത്തോടും കൂടി നിർമ്മിക്കുമ്പോൾ ഇത്രയും മനോഹരമായ വീട് വന്നില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടുവാനുള്ളൂ. ഇതുകൊണ്ടോ കിണർ വെള്ളം ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇവിടെ. നമുക്ക് വീടിനകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം. കാർ പോർച്ച് നല്ല വലിപ്പമുള്ള കാർ പോർച്ചാണ്. ഇന്നോവ, ഫോർച്യൂണർ ഏത് വണ്ടി വേണമെങ്കിലും കയറ്റിയിടാം. ജസ്റ്റ് പണി അങ്ങ് ഫിനിഷ് ചെയ്തതേ ഉള്ളൂ. ഞാൻ ഓടിച്ചെന്ന് വീഡിയോ എടുത്തു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഞാൻ കണ്ടതാണ് ഈ വീട് പണി തീർത്തി വരുന്നത്. അവരെന്നെ വിളിച്ച് പറഞ്ഞതുമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി വീഡിയോ എടുത്തിടണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇത്ര ക്യൂട്ടായിട്ടുള്ള വീട് പെട്ടെന്ന് വിറ്റുപോകും. വിറ്റുപോകുന്നതിന് മുൻപ് മീൻസിൽ ഹോംസ് വഴി ഇതുപോലുള്ള വീട് മറ്റുള്ളവരെ നിങ്ങളുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഒന്ന് എത്തിക്കുക. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്, ആഗ്രഹമാണ്. കാരണം പിന്നീട് ഒരിക്കലും ഇതുപോലൊരു വീഡിയോ എടുത്തിടാൻ കിട്ടിയെന്ന് വരില്ല. അത്ര മനോഹരമായിട്ടുള്ള വീടാണിത്. ഇൻറ്റീരിയർ വർക്കുകൾ നോക്കിക്കേള്. അതുപോലെ തന്നെ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഒരു ഡിസൈൻ വാൾപേപ്പറാണ്. വാൾപേപ്പറൊക്കെ ഒട്ടിച്ചിരിക്കുന്നത്. ടി വി യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യാവുന്ന ടി വി യൂണിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുക. പാർട്ടീഷൻ വർക്കുകളാൽ ഗംഭീരമാക്കിയിരിക്കുന്ന ടി വി യൂണിറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആദ്യമേ കയറി വരുന്ന സ്വീകരണ മുറിയാണ് ഈ കാണുന്നത്. വളരെ ക്യൂട്ടായിട്ട് എന്നാൽ നല്ല ഡിസൈനോട് കൂടി എന്നാൽ ഒരിക്കലും ബോറടിക്കാത്ത സ്റ്റാൻഡേർഡ് ഫീലിങ്ങോട് കൂടി തന്നെയുള്ള ഇത്ര മനോഹരമായ വീടിന് സ്ഥലത്തിനും കൂടി എത്ര രൂപ ചോദിക്കും? ഞങ്ങൾ തുടക്കത്തിലെ എല്ലാ വീഡിയോയുടെയും തുടക്കത്തിൽ തന്നെ റേറ്റ് പറയാറുണ്ട്. 1,15,00,000 രൂപയാണ് ചോദിക്കുന്ന വില. 13.4 സെൻറ്റ് സ്ഥലമുണ്ട്. 13.4 സെൻറ്റ് സ്ഥലത്തിനകത്ത് 2250 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഈ വീട്. ഓപ്പൺ കിച്ചനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചന്. അതുപോലെ ഇത് ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ഏരിയയിൽ സമീപം ഫുഡൊക്കെ ഒന്ന് വിളമ്പി വയ്ക്കുവാനും എന്തെങ്കിലുമൊക്കെ എടുത്തു വെക്കുവാനൊക്കെ ആയിട്ടുള്ളൊരു കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. 3 ഫേസ് ആണ് ഇവിടെ വയറിങ് കൊടുത്തിരിക്കുക. നല്ല ഇവിടെ 3 ഫേസ് കണക്ഷൻ എടുക്കണമെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം റോഡ് വഴി 3 ഫേസ് കണക്ഷൻ പോകുന്നുണ്ട്. അപ്പോൾ 4 ബെഡ്റൂമുള്ള വീടല്ലേ. എല്ലാ ബെഡ്റൂമിലും AC വെക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും KCBയിൽ നിന്ന് നമുക്ക് 3 ഫേസ് കണക്ഷൻ എടുക്കണമെന്ന് തന്നെ ആവശ്യപ്പെടും. ഇവിടെ കിച്ചൺ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മോഡലായിട്ടുള്ള രീതിയിൽ തന്നെ ഏറ്റവും ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ ചെയ്തിരിക്കുന്ന അടിപൊളി കിച്ചണാണ് ഇവിടെ വന്നിരിക്കുക. സാധാരണഗതിയിൽ നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷമാണ് കിച്ചൻ്റെ ദൃശ്യങ്ങൾ കാണുന്നത്. പക്ഷേ ഇത് മനോഹരമായ കിച്ചണാണ്. ഞാൻ അറിയാതെ കിച്ചണിലേക്ക് കയറിപ്പോയി. അപ്പോൾ മനോഹരമായ ഈ കിച്ചൺ കണ്ടുകൊണ്ട് നമ്മൾക്ക് നേരെ വർക്ക് ഏരിയയിലേക്കൊന്ന് ഇറങ്ങാം. വർക്ക് ഏരിയയും നല്ല സൗകര്യപ്രദമായ ഡിഷ് വാഷ് വെക്കുവാനും അതുപോലെ തന്നെ
നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കുവാനൊക്കെ ആയിട്ടുള്ള പോയിന്റുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഡോറും ഇവിടെ തന്നെ വന്നിരിക്കുന്നു. വർഷങ്ങളായിട്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബിൽഡേഴ്സ്, സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ ബിൽഡേഴ്സ്, അവരുടെയാണ് ഈ വീട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അറിയാം അത്രയ്ക്ക് നല്ല ചെറിയൊരു സിമെൻറ്റ് കൂട്ടുന്ന ഒരു ചാക്ക് സിമെൻറ്റ് കൂട്ടണമെങ്കിൽ പോലും അതിൻ്റെ മെത്തേഡുകൾ നോക്കിക്കൊണ്ടായിരിക്കും ചെയ്തിരിക്കുക. അത്രയ്ക്ക് നല്ല രീതിയിലാണ് ഈ വീട് ചെയ്തിരിക്കുക. മീനച്ചിൽ ഹോംസിൻ്റെ പല വീഡിയോസും കാണുമ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി മോഡേൺ ആയിട്ടുള്ള വീട് വേണം എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇവിടെ അവതരിപ്പിക്കുക. അത്രയ്ക്ക് നല്ല മോഡേൺ ആയിട്ട് തന്നെ പണിതിരിക്കുന്ന വീടാണ്. കേരള സ്റ്റൈലും മോഡേൺ സ്റ്റൈലും കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു രീതിയാണ് എന്നാണ് എനിക്കിവിടെ തോന്നിയത്. ഇതാണ് നമ്മുടെ വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. അടിപൊളി വാഷ് കൗണ്ടറാണ് ഇവിടെ വന്നിരിക്കുന്നത്. വാഷ് കൗണ്ടർ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലെല്ലാം സെറായുടെ മെറ്റീരിയലുകളാണ്. ബാത്റൂം ഫിറ്റിങ്സുകൾ അതുപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ വയറിങ്ങുകളാവട്ടെ, പ്ലംബിങ് സാധനങ്ങളാവട്ടെ, എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിച്ച് അത്രയ്ക്ക് സ്റ്റാൻഡേർഡായിട്ട് രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ മീനച്ചിൽ ഹോംസ് വഴി ഈ ബിൽഡേഴ്സിൻ്റെ പല വീടുകളും സെയിൽ ചെയ്തിട്ടുണ്ട്. സെയിൽ ചെയ്തിട്ടുള്ളവരാണെങ്കിലും ഇന്നും നല്ല ഹാപ്പിയാണ്. കാരണം നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇവരുടെ തന്നെ വീട് നേരത്തെ വാങ്ങിച്ചവർ അവരുടെ സ്വന്തക്കാർക്കൊക്കെ വീട് മേടിക്കണമെങ്കിൽ ഇവരുടെ ഫോൺ നമ്പർ ഡയറക്റ്റ് കൊടുത്ത് മേടിക്കുന്നതും കാണാറുണ്ട്. കാരണം ഉപയോഗിക്കുന്നവർക്ക് ക്വാളിറ്റി തോന്നുമ്പോഴാണ് അടുത്തയാൾ റെഫർ ചെയ്യുന്നത്. അങ്ങനത്തെ രീതിയിൽ നല്ല മോഡേൺ രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന, നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് 4 ബെഡ്റൂമാണുള്ളത്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇവിടെ 4 ബെഡ്റൂം, എല്ലാ ബെഡ്റൂമിലും AC പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാൻസി ലൈറ്റുകൾ, ട്യൂബ് ലൈറ്റ് എല്ലാം എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയിലൊക്കെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമുകളാണ്. നമുക്കറിയാം ചേർപ്പങ്കൽ മുത്തോലി ബ്രില്യൻ്റ് കോളേജാണ് ആദ്യമായിട്ട് ആ ഏരിയയിൽ വന്ന ഒരു ഏറ്റവും വലിയൊരു പ്രസ്ഥാനമായിട്ട് വന്നത്. ബ്രില്യൻ്റ് വന്നതിൽ പിന്നെ ചേർപ്പങ്കൽ, മുത്തോലി, പുലിയന്നൂർ, കിടങ്ങൂർ ഭാഗത്തേക്ക് നല്ല സ്ഥലത്തിനൊക്കെ ഭയങ്കരമായി വില കൂടിയെന്ന് നമുക്കറിയാം. അതിനുശേഷമാണ് ഇപ്പോൾ ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റൽ വന്നിരിക്കുന്നത്. മെഡിസിറ്റി ഹോസ്പിറ്റൽ വന്നതിന് ശേഷം ചേർപ്പങ്കൽ ഭാഗത്തും വില ഭയങ്കരമായ രീതിയിൽ സ്ഥലവില കൂടിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടികൾ ആഗ്രഹിക്കുന്നവർ ഒത്തിരി പേര്, ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മെഡിസിറ്റി ചേർപ്പങ്കൽ ഭാഗത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ല ഒരു ഏരിയ ആയി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന, അതായത് ദിവസം തോറും സ്ഥലത്തിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ചേർപ്പങ്കൽ മേഖല, കിടങ്ങൂർ മേഖല, അതുപോലെ തന്നെ മുത്തോലി, ഇങ്ങനെയൊക്കെയുള്ള മേഖലകൾ. കാരണം ഈ പ്രസ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ട് ആവശ്യക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പാലായിൽ വലിയൊരു പ്രസ്ഥാനം വന്നിരിക്കുന്നതാണ്, കേന്ദ്ര സർക്കാരിൻ്റെ IIIT. അവിടെ ആ മേഖലയിലും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പാലായിൽ റിയൽ എസ്റ്റേറ്റ് ഡൗൺ ആണോ എന്ന് ആര് ചോദിച്ചാലും ഞാൻ എതിർക്കുന്നത്. കാരണം പാലാ ഏരിയയിലോ ഏറ്റുമാനൂർ ഏരിയയിലൊക്കെ റിയൽ എസ്റ്റേറ്റ് ഒരിക്കലും ഡൗൺ ആയിട്ടില്ല. അപ്പോൾ വീടുകൾ, സ്ഥലങ്ങൾ, ആവശ്യക്കാരുടെ എണ്ണം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇടുക്കി മേഖലകളിൽ നിന്നൊക്കെ ഉള്ളവരൊക്കെ പാലാ മേഖലകളിലേക്കും പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി മേഖലയിലേക്കുമൊക്കെയാണ് കൂടുതലായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ വീടുകൾ ആവശ്യമുള്ളവർ ഞങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ ഫോണിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി വിറ്റിട്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ ഫോണിൽ ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ പ്രോപ്പർട്ടി ഇടുക്കിയിലാണെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് സെയിൽ ചെയ്യാറില്ല. അപ്പോൾ അവിടെ സെയിൽ നടന്നാൽ ഉടനടി ഞങ്ങളെ വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ നിങ്ങളെ പ്രോപ്പർട്ടി കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റുകളുടെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട്, നമ്മൾ ഡൈനിങ് ഹാള്, സ്വീകരണ മുറി എല്ലാം കണ്ടുകൊണ്ട്, നമ്മളിങ്ങനെ കിച്ചൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഗംഭീര വീട്, 1,15,00,000 രൂപ ചോദിക്കുന്ന വില, 13.4 സെൻറ്റ് സ്ഥലം, 2250 സ്ക്വയർ ഫീറ്റ് വീട്. അപ്പോൾ പുതിയ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് വരുന്നത് വരേക്കും ഗുഡ് ബൈ.